ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടി. കണ്ടോ, നല്ല നാരൻ ചെമ്മീനാണ്. അടിപൊളി ടേസ്റ്റിലുള്ളൊരു ചെമ്മീനാണ് കേട്ടോ കിട്ടിയത്. അല്പം വലിപ്പമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരാം. ഇനി കറിക്ക് ആവശ്യമായ അരപ്പെന്ന് പറയുന്നത് 1 മുറി തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5-6 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് ചെറിയ ഉള്ളി. അപ്പോൾ കൊഞ്ചെല്ലാം കഴുകി വൃത്തിയാക്കി ഓരോന്നും രണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, 2 പീസാക്കിയിട്ടുണ്ട്. അത് ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തു. അതിലേക്ക് 2 മുരിങ്ങയ്ക്ക്, ഒരു 5-6 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ടത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട്, ഇനി കൊഞ്ചും മുരിങ്ങയ്ക്കെല്ലാം വെന്ത് കിട്ടണമല്ലോ, അതിനാവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് വെന്ത് വരട്ടെ. മുരിങ്ങയ്ക്കെല്ലാം ഒരു പകുതി വേവായിട്ടുണ്ട്. കൊഞ്ചും ഈ സമയത്ത് നമുക്ക് ഒരു മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്പം പുളിയുള്ള മാങ്ങ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മാങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം, അതുവരെ അത് ഇവിടെ ഇരിക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ കറിയാണ്. സാധാരണ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന തനി നാടൻ രീതിയിലുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് മുരിങ്ങയ്ക്കായും മാങ്ങയൊക്കെ ചേർത്തുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. ചോറിന് വേറെ കറി ഒന്നും തന്നെ വേണ്ട, ഇത് മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മാങ്ങയൊക്കെ വെന്തോ എന്ന് നോക്കാം. മാങ്ങയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് അരപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കും. നല്ല ഇപ്പോൾ ഇത് കുറുകിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഏതാണോ കൺസിസ്റ്റൻസി, എത്ര വേണോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. കുറച്ച് ചാറോട് കൂടിയ കറിയാണ് ഞാനിവിടെ വയ്ക്കുന്നത്. ഇത്രയും വെള്ളം ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഉപ്പൊക്കെ നോക്കി, ഉപ്പെല്ലാം കറക്റ്റായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് ഇളക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വറ്റാനുണ്ട്. അപ്പോൾ ഇനി ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 2-3 മിനിറ്റും കൂടി ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി. നല്ല അടിപൊളി ടേസ്റ്റുള്ള ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് താളിച്ചും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.